എന്താ വേണ്ടത് ക്യാപ്റ്റ? എനിക്ക് വേണ്ടത് മൊഞ്ചത്തികളുടെ ഒപ്പനയാണ്. അപ്പൊ മൊഞ്ചത്തികളുടെ ഒപ്പന നമുക്ക് കാണാൻ പറ്റുമോ? മൊഞ്ചത്തികളാണെന്ന് ഉദ്ദേശിക്കുന്നു, പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നു. അതെ, നമുക്ക് ആ ഒപ്പനയൊന്ന് കാണാം. തൃശ്ശൂരിലെ തിരുവാതിരയ്ക്ക് ശേഷം എല്ലായിടത്തും ഇപ്പോൾ ഈ കലാ പരിപാടികളാണല്ലേ? ചേട്ടനായ ഒരു മൊഞ്ചത്തി എന്താ വിഷമിച്ചു നിൽക്കുന്നത്? അല്ല പൊന്നാര മക്കളെ കാര്യം പറയണ്ട. ഒപ്പനക്ക് വേണ്ടിട്ട് ഇവര് ഞമ്മള് പുതിയണ്ണാകാൻ പറഞ്ഞു. ഞമ്മളെ ഈ വയസ്സ് കാലത്ത് പുതിയണ്ണാകാൻ പറ്റുമോ? അതുകൊണ്ട് ഇങ്ങളൊരാള് വന്നാല് കളിച്ച എന്താണ് എന്താ പരിഹാരം? ആരെ പുതിയണ്ണായിട്ട് നിങ്ങൾ ഞങ്ങള് മക്കാനി ടീമിന്റെ നല്ലൊരു ഒപ്പനണ്ട് കാഴ്ചവെക്കാം. അപ്പൊ ഈ മൊഞ്ചത്തെ ഞങ്ങൾ വിട്ടുതരാം. നമുക്ക് പൊളിച്ചാ. ഒരു പൊട്ട കുഴിയുണ്ടല്ലോ, മണ്ണുണ്ടല്ലോ, റോഡ് നിറയെ വീഴല്ലേ, ബൈക്കിൽ പോകും യാത്രക്കാരാ നീ. ഒരു പൊട്ട കുഴിയുണ്ടല്ലോ, മണ്ണുണ്ടല്ലോ, റോഡ് നിറയെ വീഴല്ലേ, ബൈക്കിൽ പോകും യാത്രക്കാരാ നീ. മഴ പെയ്താൽ തോടേതാണ് റോഡേതാണെന്നറിയില്ല, കുട്ടികളും വണ്ടികളും വീഴല് പതിവായി. മഴ പെയ്താൽ തോടേതാണ് റോഡേതാണെന്നറിയില്ല, കുട്ടികളും വണ്ടികളും വീഴല് പതിവായി. ഒരു പൊട്ട കുഴിയുണ്ടല്ലോ, മണ്ണുണ്ടല്ലോ, റോഡ് നിറയെ വീഴല്ലേ, ബൈക്കിൽ പോകും യാത്രക്കാരാ നീ. വോട്ടുകൾ തേടി വീടുകൾ തോറും കയറി ഇറങ്ങി നേതാക്കൾ. വോട്ടുകൾ തേടി വീടുകൾ തോറും കയറി ഇറങ്ങി നേതാക്കൾ. കാര്യം നേടിപ്പോയാൽ പിന്നെ നാടിന്റെ കാര്യം ഗോവിന്ദ. ഒരു പൊട്ട കുഴിയുണ്ടല്ലോ, മണ്ണുണ്ടല്ലോ, റോഡ് നിറയെ വീഴല്ലേ, ബൈക്കിൽ പോകും യാത്രക്കാരാ നീ. കണ്ടുമടുത്തി കുണ്ടും കുഴിയും ചൊല്ലിമടുത്തി കാര്യങ്ങൾ. കണ്ടുമടുത്തി കുണ്ടും കുഴിയും ചൊല്ലിമടുത്തി കാര്യങ്ങൾ. ആരിതു കേൾക്കാൻ എന്തിനു പറയാൻ നമ്മുടെ ഓരോ ഗതികേട്. ഒരു പൊട്ട കുഴിയുണ്ടല്ലോ, മണ്ണുണ്ടല്ലോ, റോഡ് നിറയെ വീഴല്ലേ, ബൈക്കിൽ പോകും യാത്രക്കാരാ നീ. എല്ലാവരും നിറഞ്ഞ കയ്യടി കൊടുക്കണം. ഗംഭീര എനിക്ക് തന്നെ കേട്ടിട്ട് നാണം വന്നു. പാട്ട് കേട്ടിട്ട് നല്ല അനുഭവം. നാണം വന്നു, നാണം ഇല്ലാത്ത നാണം. ഈ ചേട്ടന്മാരുടെ ഒപ്പന ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി മണവാട്ടി ഒരു രക്ഷയില്ലായിരുന്നു. അതെന്താ പറയാത്തെ? മണവാട്ടി ഒരു രക്ഷയില്ലായിരുന്നു, സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഒപ്പന സത്യത്തിൽ ഈ പഴയ ഒരു പഞ്ചാബി ഹൗസ് സിനിമയിൽ സോണിയ എന്ന് വിളിക്കുമ്പോൾ വരുന്ന പോലെയാണ്. പറ്റിച്ചാളെ ചേട്ടാ, ഒപ്പനയ്ക്ക് മൊഞ്ചത്തി എന്ന് പറഞ്ഞ പ്രതീക്ഷ വന്നപ്പോ ഇതാണ്. പൊന്നാര മക്കളെ, നമ്മളെ റോഡിന്റെ അവസ്ഥ അതാണ്. നമുക്കൊക്കെ അറിയാലോ. ഇത് ആലോചിച്ച് ഒറ്റ പാട്ടാ ഓർമ്മ വരുന്നത്. അല്ല പാത്തു സൂക്ഷിച്ച ഗോൾഡിന്റെ ബണ്ടങ്ങള് ബാപ്പ പൊക്കി പോയി, പാത്തുന്റെ ബാപ്പച്ചി പൊക്കി പോയി. അല്ലോ പൂട്ടിയിട്ടൊരു തകര പെട്ടിന്റെ ബോൾട്ട ഇട്ടോണ്ട് പോയി. ഇതാണ് നമ്മുടെ അവസ്ഥ. അതാണ് അവസ്ഥ. ഈ പാട്ട് എഴുതിയ ശ്രീജു അല്ലേ? എങ്ങനെയാണ് ഈ പാട്ട് എഴുതാനുള്ള കാരണം? പാട്ട് എഴുതാൻ കാരണം സ്ഥിരം നമ്മൾ അനുഭവിക്കുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ ഇതുപോലുള്ള പാട്ടുകളൊക്കെയാണ് പിറക്കുന്നത്. മലപ്പുറംകാർക്ക് ഓരോ ദിവസം ഓരോ താളമാണല്ലേ? ഈ കുഴിയിൽ ഇറങ്ങുമ്പോഴാണോ ഇങ്ങനെ തോന്നുന്നത്? കുഴിയിൽ വീഴുമ്പോ നമ്മൾ വേണേ ദഫ് മുട്ട് ഇവിടെ നടത്തും അല്ലേ? ഞങ്ങൾ വേണല്ലേ ഇവിടെ ദഫ് മുട്ട് നടത്തുന്നു. പക്ഷെ കുഴിയിൽ വീഴുമ്പോ പാട്ട് തോന്നുന്ന ഇവിടെ ഒരാളുണ്ട്. സെലീന അവിടെ അങ്ങനെ അടച്ചുപൂട്ടി നമ്മുടെ പാട്ട് കേട്ടിട്ട് സെലീന എഴുതിക്കൊണ്ട് സെലീന പാട്ട് പാടാൻ പോകും. സെലീന വീട്ടമ്മയാണ്. അതെ, സെലീന ഇവിടുത്തെ കാര്യമാണല്ലോ. ഇവിടുത്തെ കാര്യമല്ലേ? അപ്പൊ ഈ റോഡിലൂടെ പോകുമ്പോ സന്തോഷമാണ്. വളരെ കുലുങ്ങി ഇങ്ങനെ പോകാനല്ലേ? അപ്പൊ എന്താണ് സെലീനയ്ക്ക് തോന്നിയ പാട്ട്? പാടിക്കോ. പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിനെ പറ്റി സെലീന എഴുതിയ പാട്ട് പാടിക്കോ. ഈ വർഷത്തെ മികച്ച ഗാനത്തിനുള്ള അവാർഡ് കിട്ടട്ടെ. പാടിക്കോ. റോഡാ തോടാ മാറാൻ ഏതോ കാലക്കേടില്ലാണോ, വായോ കാണാൻ പോകാം ഈ റോഡിന്റെ ഒരു ഭംഗി. ഞെട്ടി ടയറും പൊട്ടി
അടിയും തട്ടി ഇവിടെത്തി ചുറ്റി കുഴികൾ എണ്ണി പലരും മുങ്ങി പണി കിട്ടി ഈ ഗതികേടിനി മാറ്റമുണ്ടോ ഈ ദുരന്തം ഒന്ന് മാറ്റിടാമോ റോഡ് കാണാൻ ഒരു ആഗ്രഹമാ ആളിരുന്നാൽ ഒരു തോട് പോല റോഡ് പണി പോകുമ്പോഴോ കുണ്ടും കുഴിയും എത്തുന്നതോ ചളിയിൽ ചാടി എത്തിയാലോ നടുമൊടി സെലീന ഇത് അവസാനിപ്പിക്കരുത് സെലീന. അടിപൊളി പാട്ടാണ്, വാഴയിലെ പാട്ടാണ്. പക്ഷെ സെലീന ഒരു രക്ഷയില്ല. സെലീന ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്.